സ്പിരിച്വാലിറ്റിയിൽ ശരിയായിട്ട് കണക്റ്റ് ആകുന്നതിന് മുൻപ് അങ്കിള് IT മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 25 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തു. അങ്കിളിൻ്റെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്കിളിന് ഏകദേശം അപ്പോൾ 1.5 ലക്ഷം അടുപ്പിച്ച് സാലറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്കിളിന് ഇഷ്ടപ്പെട്ട ഒരു കാറും ഉണ്ടായിരുന്നു അങ്കിളിൻ്റെ കയ്യിൽ. അപ്പോൾ അങ്കിൾ ഈ സ്പിരിച്വാലിറ്റിയിൽ അങ്കിളിനൊരു ഇത് കിട്ടിയപ്പോൾ, ഒരു വെളിച്ചം കിട്ടിയപ്പോൾ, ഈ സ്പിരിച്വാലിറ്റിയിൽ അങ്കിൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ അങ്കിൾ ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യമാണ് 1.5 ലക്ഷം സാലറിയുള്ള ആ ജോബ് അങ്കിൾ രാജിവെച്ചു. പിന്നെയുള്ള കാര്യം, അങ്കിളിൻ്റെ ആ ഇഷ്ടപ്പെട്ട കാറ് അങ്കിളുടെ ഗുരുവിന് കൊടുത്തു. അപ്പം ഈ കാറിൻ്റെ കാര്യം ഞാൻ വേറെ ആൾക്കാർ പറഞ്ഞാൽ കേട്ടത്. പക്ഷേ ജോലിയുടെ കാര്യം അങ്കിൾ പറഞ്ഞു. അങ്കിളിനെ കുറിച്ച് അങ്കിൾ അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ബാക്കി വ്യക്തികൾ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിലാണ് ഈ കാറിൻ്റെ കാര്യമൊക്കെ ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതെൻ്റെ ഹാർട്ടിൽ കയറി ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതെങ്ങനെ സാധിച്ചു എന്നുള്ളത്. ഈ കാര്യമാണ് ആദ്യം അങ്കിളിനെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തതും അങ്കിളിനെക്കുറിച്ച് പറയുമ്പോഴും ആദ്യം എൻ്റെ ഹാർട്ടിൽ വരുന്ന കാര്യം ഇതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടതും നല്ലൊരു ജോലി, നല്ല സാലറി, നല്ല കാറ്, നല്ല വീട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ലെവലിലിരിക്കുന്ന ഒരു വ്യക്തി, ഓൾറെഡി ആ ലെവലിലായിരിക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ഹാർട്ടിൽ അത് എങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. അപ്പോൾ ഈ കാറ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൈസയ്ക്ക് കൊടുക്കാം. പക്ഷെ അങ്കിൾ അതുമല്ല ചെയ്തത്. അങ്കിൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതും അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്. അപ്പം എങ്ങനെ, എൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒറ്റ നിമിഷത്തിൽ അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ കൂടെ ചേർത്തൊരു കാര്യം ഞാൻ ആ കാറ് കൊടുക്കുന്ന സമയത്ത് കാറിന് ഏകദേശം 5 ലക്ഷം രൂപ പെൻഡിങ് EMI ഉണ്ടായിരുന്നു. EMI ഇട്ട് ഒരാളിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഏകദേശം ഒരു 3.5 വർഷത്തിലധികം ഞാൻ ആ കാറ് ഞാൻ ഓടിച്ചത് ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്തത്. അതുകൊണ്ട് ബൊലേറോ എടുക്കാൻ കാരണം. അത് മാത്രമല്ല, കാർ എടുത്തിട്ട് ഒത്തിരി ഞാൻ മോഡിഫൈ ചെയ്തിരുന്നു. അലോയ് വീലൊക്കെ ഇട്ട് ഒത്തിരി മോഡിഫൈ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സമയത്ത് കാറിൻ്റെ EMI എല്ലാം ക്ലോസ് ചെയ്ത് ടയറെല്ലാം പുതിയതാക്കി ബ്രാൻഡ് ന്യൂ കാറ് പോലെയാണ് കൊടുത്തപ്പോൾ ഞാൻ കൊടുത്തത്. അല്ലാതെ വെറുതെ ഇരുന്ന കണ്ടീഷനിൽ കൊടുത്തതല്ല. അപ്പോൾ നമ്മളൊരാളിനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? നല്ല പ്രീഷ്യസ് ആയിരിക്കണം. അയാൾക്ക് കിട്ടുമ്പോഴത്തേക്ക് അത് പ്രീഷ്യസ് ആയിട്ട് തോന്നണം. സോ അങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്.